ഓം ശ്രീ ആഞ്ജനേയായ നമ. MS V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. 2025 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 4 വരെയുള്ള അത്രയും ദിവസത്തെ ഫലം, വാരഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. 27 നക്ഷത്രക്കാരുടെ ഫലം വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം ഞാൻ ചെയ്തിരിക്കുന്നത് കവടി പ്രശ്നത്തിലൂടെയാണ്. അതായത് ഓരോ രാശിക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനൽ MS V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫലത്തിൽ ആദ്യമായി പറയാൻ പോകുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരവും കാണിക്കുന്നുണ്ട്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഭാഗ്യപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള വാരമല്ല. ധനപരമായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മാത്രം ചെറിയ തോതിലുള്ള ഭാഗ്യപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി, വിഘ്നേശ്വര നടയിൽ നാളികേരം മുടക്കാം. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കവടിയിൽ കണ്ടത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരം പകുതി. ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ഹെൽത്ത് റിലേറ്റഡ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നടുവിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തന്നെ അലർജി പനിക്കുള്ള സാധ്യതകൾ, അതുപോലെ കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്. അത് പക്ഷേ പണം കടം കൊടുക്കുന്നത് നല്ല രീതിയിൽ നിയന്ത്രിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആദിത്യ മന്ത്രം ജപിക്കേണ്ടത് അനിവാര്യമാണ്. ജപാകുസ്മ സങ്കാശം, കാശിവേയം മഹാദിത്യം, തമോരും സർവ്വപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള കാൽക്കുലേഷൻ സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രു സംബന്ധമായിട്ടുള്ള അങ്ങനെ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു ഭാഗ്യപരമായ സ്ഥാനത്തേക്ക് ഈ ഒരു വാരം കാണിക്കുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും.
വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ഓവർ ഫ്രസ്ട്രേഷൻ, അങ്ങനെയുള്ള ഓവർ ചിന്തകൾ, ടെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് ജോലി ചെയ്യണം പക്ഷെ ഔട്ട്പുട്ട് അങ്ങനെയുള്ള ഒരു വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വാരം ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അലോക്കേഷൻസിൽ ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ ഈ ചൊവ്വാഴ്ച വരെ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള കടാക്ഷം, ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം, പ്രത്യേകിച്ച് കുടുംബ ദേവി അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സരസ്വതി ദേവി കൃപയും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. പിതാവിന് ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഒരു സമയമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോബ് റിലേറ്റഡ് അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, ജോബ് അങ്ങനെ ആ ഒരു ഓവറായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസിലേക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് അവരിലേക്ക് എത്തിപ്പെടാതെ പോവുകയും അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹ സാധ്യതകളും കാണിക്കുന്നുണ്ട്. സൗന്ദര്യപ്പിണക്കം പോലുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വാരം ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര അർച്ചന, അതുപോലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന നടത്തണം. ഉമാമഹേശ്വര അർച്ചനയല്ല, സ്വയംവര അർച്ചന നടത്തണം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം. ഉമാമഹേശ്വര കടാക്ഷം ആർജിച്ചെടുക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ കൂടി ജപിക്കുന്നത് വളരെയധികം ഉചിതമായിരിക്കും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്.
സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം നേരിടുന്നതല്ല. ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. ജപാകുസുമ സങ്കാശം, കാശിപേയം മഹാദിത്യം തമോരും സർവ്വപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശിവ പഞ്ചാക്ഷരവും ദിവസവും ജപിക്കുക. വിളക്ക് തെളിയിച്ച് രാവിലെയും വൈകിട്ടും ശിവ പഞ്ചാക്ഷരം ജപിക്കുന്നതും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കും. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നയന സംബന്ധമായ ബുദ്ധിമുട്ട്, വായിലുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ഭാഗ്യപരമായിട്ടുള്ള ചെറിയ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള ദൈവാധീനമുള്ള വാരമാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം കാണിക്കുന്നുണ്ട്. കവടി പ്രശ്നത്തിൽ നോക്കിയപ്പോൾ കാണിച്ചതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ക്ലേശം തുലാക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകളും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഒരു വെൽ പ്ലാനിങ്ങോട് കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടം, അങ്ങനെയുള്ള പ്ലാനിങ് വഴിയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. തൃപ്തികരമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ദൈവാധീനമുള്ള ഭാഗ്യപരമായ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും, എങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ധനനഷ്ടം ഉണ്ടാകുകയില്ല. ചിലവുകൾ കൂടി നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. പണം ഇടപാടുകൾ ഭദ്രമായിരിക്കും. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള വാരമായിട്ടല്ല ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുക. വിഘ്നേശ്വര പ്രീതി കൂടി നേടുക. അങ്ങനെയുള്ള വിഘ്നങ്ങൾക്കുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്.
കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം നിങ്ങൾ നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രം, ആ ഒരു വെൽ പ്ലാനിങ്ങോട് കൂടി മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഈ ഒരു വാരം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വാരമായിരിക്കും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം നേരിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തി ഗുരുതി നടത്തുന്നത് വളരെ അനുകൂലമായിരിക്കും. അല്ലെങ്കിൽ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുക. രുദ്രസുധായ വിദ്മഹി ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയ. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാരം ചെറിയ രീതിയിലുള്ള മടി, അലസത കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നു. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി അതുപോലെ തന്നെ കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമായിരിക്കും ഈ ഒരു വാരം. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ്, കാര്യങ്ങൾ, തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ചെറിയ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത, ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്രക്കാർക്ക് അവിടെ പ്രശ്നത്തിൽ കണ്ടതാണ്. ശനീശ്വര മന്ത്രം ജപിക്കണം. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കണം. ശനീശ്വര സംബന്ധമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കുക. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം കവടി പ്രശ്നത്തിലൂടെ നോക്കി പറഞ്ഞത്. ഇത് പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. 100% ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി അതുപോലെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് പൊതുവെയുള്ള നക്ഷത്രഫലം, കവടി പ്രശ്നത്തിലൂടെ നമുക്ക് പൊതുവെയുള്ള നക്ഷത്രഫലം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് കാര്യങ്ങൾ അറിയണമെങ്കിൽ, നിങ്ങളുടെ തടസ്സങ്ങൾ കാര്യങ്ങൾ കണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുപോലെ ഒരു കാര്യം കൂടി, എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ, ടെൻഷൻ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതുകൂടി ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് തികച്ചും സൗജന്യപരമാണ്. അങ്ങനെ ഫീസും കാര്യങ്ങളും ഒന്നും ഇതിനുണ്ടാകുന്നതല്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.